ഇനി നമുക്ക് ഒരു ചായക്കടയിലേക്ക് പോകാം. ചായക്കടയോ? ചായക്കട. ചായക്കടയിൽ പലതാണ് രാഷ്ട്രീയം. പഴംപൊരി മുതൽ ബോണ്ട വരെ മനസ്സിലിട്ട് വരുന്നവർക്ക് പറയാൻ ചൂട് വിശേഷങ്ങളുണ്ടാവും. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിയും വരെ ജയത്തിൻ്റെയും തോൽവിയുടെയും ഗ്യാരണ്ടിയുടെയും ഒക്കെ കഥയാണ് ഈ പ്ലേറ്റിലെ വിഭവങ്ങൾ നമ്മളോട് പറയുക. പ്രവീണയുടെ സ്വന്തം കോട്ടയം വിശേഷം കാണാം. മോദി വീണ്ടും വരുമോ? വരൂലേ? മോദി ഗ്യാരണ്ടിയുടെ കാലമൊക്കെ കഴിഞ്ഞു. അത് ഗ്യാരണ്ടി എന്ന് പറയുന്നുള്ളൂ. എന്താ ഗ്യാരണ്ടി? എന്ത് ഗ്യാരണ്ടി ഉള്ളേ? 10 വർഷം മുമ്പത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയാണ് ഇന്ന്, ഗ്യാസിന്റെ വിലയാണ് ഇന്ന്. ഈ കടയിൽ തന്നെ ചോദിച്ചാലേ ഇവർ ഗ്യാസ് 10 കൊല്ലം മുമ്പ് എത്ര രൂപയ്ക്ക് മേടിച്ച് ഇപ്പൊ എത്ര രൂപയ്ക്ക് മേടിക്കുന്നത്? കേരളത്തില് ഭൂരിപക്ഷം ആർക്ക് കിട്ടും? മൊത്തത്തിൽ നോക്കും 20 സീറ്റ് ചോദിച്ചാലേ ഞാനെന്നും പറയില്ല, എന്നറിയോ, എന്റെ കച്ചവടം പോകും. അതെ, ഞാനുള്ളത് ഒരു ചായക്കടയിലാട്ടോ. ചായക്കടയിലാണല്ലോ രാഷ്ട്രീയ ചർച്ചയൊക്കെ മുറുകി വെക്കുന്നത്. എന്തായാലും ഇവിടെ കുറച്ചു പേരുണ്ട്. എന്തൊക്കെ മുട്ടക്കറിയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ട് അടച്ചതാ. ഇവിടെ കുറച്ചു പേരുണ്ട് കേട്ടോ. ഖദറിട്ടവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തായാലും. കോട്ടയത്ത് ഇപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടിലും കഴിക്കലേക്ക് വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുമെന്ന് ഞങ്ങൾ പറയും. അതെന്ത് കൂട്ടലാ? അതെന്താ? എങ്ങനെ കൂട്ടിയാലും പിന്നെ തീർച്ചയായും തുഷാർ ജയിക്കും. ഒരിക്കലും ജയിക്കില്ല, അസംഭവ്യം എന്നല്ലാതെ എന്താ പറയാ. ഫ്രാൻസിസ് ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ 2020 20 മണ്ഡലങ്ങളിലെ റിസൾട്ട് നോക്കുമ്പോൾ ആർക്കായിരിക്കും UDF 2020 തന്നെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒരു സീറ്റ് കൊടുത്തേക്കും. ഇല്ല, ആലപ്പുഴ നഷ്ടപ്പെട്ട ആലപ്പുഴയുടെ ഇത്തവണ KC വേണുഗോപാലിലൂടെ തിരിച്ചു പിടിക്കും. 20 പിടിക്കുമോ കോൺഗ്രസ് അല്ല UDF? 20 പിടിക്കും. അത് LDF ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആണോ? 20 LDF പിടിക്കും. നേതൃത്വത്തിൽ എത്രയും വിശ്വാസമില്ല. ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില, ഒരു ഗ്യാസിന്റെ വില എത്രയാ? ആദ്യം എത്രയായിരുന്നു? പെട്രോളിന്റെ വില എത്രയാ? മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഓരോ വീടുകൾ കയറുമ്പോഴും നമ്മളോട് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന ആൾക്കാർ തന്നെ, ജനങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ കോൺഗ്രസിന് എത്ര കിട്ടും? കോൺഗ്രസ് എന്തിനാ വെറുതെ ജയിക്കുന്നതല്ലേ? കോൺഗ്രസ് ആയിരിക്കും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. എന്താണ് നിങ്ങൾ എവിടുന്ന് വന്നതാ? അതായത് പഠിച്ച് അവൻ ഫുൾ A+ കിട്ടിയിട്ട് നിങ്ങൾക്ക് ചെലവെടുത്തുന്നു. നാണോ ഇല്ലേടേ? അങ്ങോട്ടല്ലേ ചെലവെടുത്തണ്ടേ? അവൻ എഴുതി നന്നായിട്ട്. നിങ്ങൾ ഇലക്ഷനൊക്കെ വോട്ട് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പ്രായപൂർത്തിയായ പൗരന്മാരാണ്. എന്നിട്ടൊന്നും മിണ്ടാതിരിക്കുവാണ്. പ്രതീക്ഷയില്ലേ? ഭൂരിപക്ഷം ആർക്കായിരിക്കും? 20 സീറ്റില് ഭൂരിപക്ഷം കോൺഗ്രസിനെ കിട്ടും. കോട്ടയത്താ ഫ്രാൻസിസ് ജോർജ് ഉറപ്പായിട്ടും വോട്ട് ചെയ്തു. തോമസ് ജോർജ്. ഞാൻ വിചാരിച്ചേ തോമസ് ഊട്ടി വിട്ടോടാന്നൊക്കെ പറയുന്നതാണെന്ന്. താമര മോദിക്ക് ഗ്യാരണ്ടി വെട്ടത്ത് പുലിവടയിൽ അവരാ പോടും. ബാക്കി പൈസ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോ കഴിക്കേണ്ടൊക്കെ വരും. അപ്പൊ ശരി. അപ്പോ നോക്കൂ, യുവജനങ്ങൾക്ക് വരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ചായക്കടയിൽ വന്നാലും ചേരി തിരിഞ്ഞൊക്കെ സംസാരിക്കും. പക്ഷെ നോക്കിയേ എത്ര സൗഹൃദപരമായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കി. അങ്ങനെ ചൂട് ചായ തട്ടിയെറിഞ്ഞ് ഇറങ്ങി പോകത്തൊന്നുമില്ല. എല്ലാവരും വിജയപ്രതീക്ഷയിലാണ്. ജൂൺ 4 പടക്കം പൊട്ടിക്കാൻ 3 പേരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും താമര വിരിയോ എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ ചർച്ച ഇങ്ങനെ എല്ലാ ദിവസവും തുടരുന്നതാണ് ഈ ചായക്കടയിൽ. ബനിയൻ ചായക്കടയാണ്. അപ്പോൾ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.
ചായപ്പീടികയിലെ രാഷ്ട്രീയം പോലെ ഒട്ടേറെ പുതിയ വിഭവങ്ങൾ റിപ്പോർട്ടറിന്റെ ഈ പ്രഭാത പരിപാടി കോഫി വിത്ത് അരുണിൽ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്.